ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം, നിങ്ങളതൊന്ന് കേൾക്കണം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രൊപ്പഗണ്ടയായിട്ടുള്ള കുറേ സിനിമകൾ നമ്മുടെ നാട്ടിൽ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംഘികളും ആ സിനിമയിൽ നിന്ന് ഒരു സംഭവം പോലും കട്ട് ചെയ്യാതെ സെൻസർ ബോർഡ് അതിന് US സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് ചില സിനിമകൾ നമ്മുടെ കേരളത്തിൽ പ്രദർശിപ്പിച്ചു. അതിൽ മെയിൻ സിനിമ ആയിരുന്നു 33,000 സ്ത്രീകൾ, അതും മറ്റു മതവിഭാഗത്തിൽപ്പെട്ടുള്ള സ്ത്രീകളെ മതം മാറ്റി സിറിയയിലേക്കും അഫ്ഗാനിലേക്കും കൊണ്ടുപോയി പൊട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ടയായിട്ടുള്ള സിനിമ, കേരള സ്റ്റോറി എന്ന് പേരിട്ടുകൊണ്ട് ഈ ഒരു മുണഞ്ഞ സിനിമ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ പുറങ്കാലം കൊണ്ട് ആ സിനിമയെ ചവിട്ടി ദൂരെ കളഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ്. മറ്റൊരു സിനിമയാണ് കാശ്മീർ ഫയൽ. ഈ കാശ്മീർ ഫയലും പ്രൊപ്പഗണ്ടയായിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഒരു മതത്തെ ഇവിടെ എങ്ങനെയൊക്കെ എഴുതി കാണിക്കാവോ ആ തരത്തിലെല്ലാം പ്രൊപ്പഗണ്ട കുത്തി നിറച്ചിട്ടുള്ള ഈ സിനിമയും കേരളത്തിലെ വിവരവും ബുദ്ധിയുമുള്ള ജനങ്ങളെ അതും എടുത്ത് ചവിറ്റുകോട്ടയിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. സ്വാതന്ത്ര്യസമര സേനാനിയായിട്ടുള്ള വാര്യംകുന്നൻ വീരചരിത്രവും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് കാണാപ്പാടമാണ് അല്ലേ. ആ കഥയെ സംഘികൾക്ക് വേണ്ടി സേവപ്പണി ചെയ്തുകൊണ്ട് ആ സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രൊപ്പഗണ്ട കുത്തി നിറയ്ക്കാൻ നോക്കിയിട്ടുള്ളത് ഈ രോമസിംഹൻ എന്ന് പറയുന്ന അലി അക്ബർ എന്ന് പറയുന്ന ഈ ഒരു ഓളി. ഇപ്പൊ എന്താണ് ഇവന്റെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവൻ ചെയ്തിട്ടുള്ള സിനിമയാണ് പുഴ മുതൽ പുഴ വരെ. ഇത്തരം സിനിമകൾ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന സംഘി ഓളികൾ ഒരു സീൻ പോലും കട്ട് ചെയ്യാതെ കേരളത്തിലോട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ടു. പക്ഷേ ജനങ്ങൾ അത് നിരസിച്ചു എന്നുള്ള ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ, ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഹാൽ എന്ന് പറയുന്ന ഷൈൻ നിഗം നായകനായിട്ട് എത്തിയുള്ള സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. റഫീഖ് വീര ആണ് ഇതിന്റെ ഡയറക്ടർ, നിഷാദ് കോയ സ്ക്രീൻ പ്ലേ, ജോണി ആന്റണി, ജോയി മാത്യു, മധുപാൽ, അങ്ങനെ ഒരു വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ. പ്രണയത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. രണ്ട് കാസ്റ്റുകൾ തമ്മിലുള്ളൊരു പ്രണയം, അതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. ഈ ഒരു സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ കണ്ടിട്ട് ഹാലിളകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് നല്ലൊരു കണ്ടന്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ പ്രൊപ്പഗണ്ടയായിട്ടുള്ള സിനിമകൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഹാല്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എടുക്കുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് ഓർമ്മിപ്പിക്കാം. ഇപ്പം മുസ്ലിം മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടി മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൺകുട്ടികളുമായിട്ട് പോയി, അവർ പ്രണയിച്ചു പോയി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വശീകരിച്ചു കൊണ്ടുപോയി മതം മാറ്റി ആ പെണ്ണിനെ വിവാഹം ചെയ്തു, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആയിട്ടൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏത് ജിഹാദിലാണ് ഈ പറയപ്പെടുന്ന സംഘി ഓളികളും കാസ ഓളികളും പെടുത്തുക? അതിനൊരു ജിഹാദും ഇല്ല, അതിനൊരു പേരുമില്ല. എന്നാൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു മുസ്ലിം പയ്യനെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ സ്നേഹിച്ച് അവരുടെ കൂടെ പോവുകയോ അവന്റെ മതത്തിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ലവ് ജിഹാദ്. ആ ലവ് ജിഹാദിനെ കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ട് ഹാൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ആണ് സെൻസർ ബോർഡ് നിഷേധിച്ചത്. ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല, ഇതിലെ കുറെ സീനുകൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ ശക്തമായ നിയമ പോരാട്ടത്തിൽ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ആണ്. ജാതി മതഭേദമന്യേ പ്രത്യേകിച്ച് കുട്ടികൾ ഈ സിനിമ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണണം. കാരണം ഇവിടെ മനുഷ്യനെക്കാട്ടിൽ വലുതൊന്നുമില്ല എന്ന് കാണിക്കുന്ന ഒരു നല്ലൊരു മെസ്സേജ് കൂടെ ഈ ഒരു സിനിമ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ സിനിമ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. പല ആളുകൾക്കിട്ടും ആസ്ഥാനത്താണ് ഇതിൻ്റെ റൈറ്റർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഹാലിളകിയത്. അപ്പോൾ ഹാലിളകുന്നവരൊക്കെ ഹാലിളകട്ടെ. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. നമുക്ക് ഈ സിനിമയുടെ സെൻസറിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഡയറക്ടർ ബോംബെയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം പങ്കുവെക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. എനിക്ക് സെൻസർ ബോർഡിൽ നിന്ന് ഫസ്റ്റ് മുംബൈ പോയപ്പോൾ അവരെന്നോട് ചോദിച്ചത്, ഇവൻ ഈ നായകനെ ലവ് ജിഹാദ് പെടുത്തി അകത്തിടാനെങ്കിൽ ഈ സിനിമ സുന്ദരമായതിന്. അപ്പൊ അവരുദ്ദേശിക്കുന്നത് എന്താ? അവരുദ്ദേശിക്കുന്നത് ഒരു സമുദായം, അല്ലെങ്കിൽ ഏത് സമുദായം, ഒരു സമുദായത്തിനെ പറയുന്നില്ല, എല്ലാ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന. നമ്മൾ മുന്നിൽ നിൽക്കുന്നവരിൽ ആദ്യം കിട്ടുള്ളൂ, ബാക്കിൽ നിന്നവർക്ക് ഇവന് കിട്ടിയതിനു ശേഷം ബാക്കിയുള്ളവന് കിട്ടും. വരിക്ക് നിൽക്കുകയാണല്ലോ, ആദ്യത്തവന് കിട്ടട്ടെ, അവൻ ഒതുങ്ങിയാലുള്ള രണ്ടാമത്തെ ചെല്ലുള്ളൂ. അപ്പോ ഈ ഒരു സമുദായത്തിൽപ്പെട്ടവൻ വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവര് പറയുന്നത് ക്രൈം ആക്കിയിട്ട് അവനെ അകത്തിടണം. അപ്പൊ സിനിമ സുന്ദരമായതിന് അത് എവിടെ ക്രൈം ആവുന്നത്? ശരിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ മതം മാറേണ്ട ആവശ്യമില്ല. അവർക്ക് മതം മാറാതെ തന്നെ കല്യാണം കഴിക്കണം. രണ്ട് വേദത്തിൽ, ഖുർആനിലും ബൈബിളിലും പറയപ്പെടുന്നത് ഈ മതം മാറ്റം അനിവാര്യമല്ല.
അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മതപരിക്കും തീവ്രവാദത്തിനും വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോ രണ്ടുപേര് സുന്ദരമായി സ്നേഹിച്ച് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. പകരം ഒരാളെ സ്നേഹിച്ച മതം നോക്കി അവനെ കൊല്ലുക, ജയിലിലടക്കുക, ലവ് ജിഹാദ് പറയുക. ഇപ്പൊ ഒരു ലവ് ജിഹാദ് എന്നല്ലേ പേര് വന്നിട്ടുള്ളൂ, വേറെ മതത്തിന്റെ പേരുണ്ട. മുസ്ലിം വേറെ പെൺകുട്ടിയെ കെട്ടി ലവ് ജിഹാദ് അല്ലെ? പിന്നെ വേറെ മതത്തിൽ നിന്ന് മുസ്ലിം പെൺകുട്ടിയെ കെട്ടിയ എന്ത് പേരുണ്ടാ? അപ്പൊ അതെന്തോ ആട്ടെ, ഞാൻ പറയുന്ന മുസ്ലിം പെൺകുട്ടിക്ക് ഹിന്ദു പയ്യനെ പ്രണയമാണ്, അവൻ നല്ലവനാണ്, ജോലിയുള്ളവനാണ്, നല്ല സ്വഭാവക്കാരൻ, കല്യാണം കഴിക്കട്ടെ, എന്തിനാ മതം മാറുന്നത്? അതാണ് ഇവിടെ ഇവർക്കുള്ള ബുദ്ധിമുട്ട്. മതം, ജാതി, കളറ്, രാജ്യം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയല്ലേ. ശരിക്കും ജനിച്ച് ഇവിടെ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും മനസ്സിലാവും? ഒരു 3-4 വയസ്സ് കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ സാധനം ഇട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് ഇത് മനസ്സിലാവുന്നുള്ളൂ. ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയുമല്ലോ ഇല്ല. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചവിട്ടുകുട്ടിയുടെ അകത്തുനിന്ന് ഒരു ചെറിയ കൊച്ചിനെ കിട്ടിയ ഒരു കുട്ടീനെ കിട്ടി. കുട്ടീനെ 10 വയസ്സുള്ള ഒരു കുട്ടീനെ കിട്ടണം. അപ്പൊ അതിനെ വളർത്തിയത് പട്ടിക്കുഞ്ഞുങ്ങളാണ് അതിനെ വളർത്തിയത്. ഞാൻ ഒരു പോസ്റ്റ് വായിച്ചതാണ്. പക്ഷെ ആ കുഞ്ഞ് 11ാമത്തെ വയസ്സിൽ നമ്മൾ പോയിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോ ആ കൊച്ചു കുരച്ചു. എന്നാ മനുഷ്യൻ കുരയ്ക്കും. അപ്പൊ ഇതിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥലത്തു നിന്നാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മുടെ എല്ലാവരുടെയും ബേസ്മെന്റ്, നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലത്ത് നമ്മളെ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളാണ്. ആ കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ഭൂമിനെ കാണുന്നുള്ളൂ. ഇത് കേട്ടല്ലോ. ഹാലെന്ന സിനിമ സെൻസർ ചെയ്യാൻ വേണ്ടി സെൻസർ ബോർഡിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് സെൻസർ ബോർഡിലിരിക്കുന്ന സംഘി മണ്ടന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ നായകനെ നിങ്ങൾ പിടിച്ചങ്ങ് അകത്തിടണം, പുറത്ത് വിടാൻ പാടില്ല, ലവ് ജിഹാദിൻ്റെ പേരിൽ അകത്തിടണം. അപ്പോൾ അവരെന്താണ് ഈ ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്ന ഒരു സന്ദേശം? ഇത് തന്നെയായിരുന്നു കേരള സ്റ്റോറിയും കാശ്മീർ ഫയലും പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഈ പ്രൊപ്പഗണ്ടയായിട്ടുള്ള സിനിമകൾ ഈ കേരളത്തിൽ അടക്കം പ്രദർശിപ്പിച്ചത്. അത് എല്ലാവരും കാണണമെന്ന് നിർബന്ധം പിടിച്ചത്. വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഈ ഒരു നറേറ്റീവ്, അതിനെ പൊളിച്ചടുക്കി ഈ സംവിധായകൻ ഹാലെന്ന സിനിമയിലൂടെ വരച്ച് കാട്ടിയപ്പോൾ ഇത് കണ്ടിട്ട് ഹാലിളകിയത് ഇവിടുത്തെ കാസാ കൂസന്മാർക്കും സംഘികൾക്കും തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്കെതിരെ ഒരു ഇത്രയധികം വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ അങ്ങോട്ട് അഴിഞ്ഞാട്ടം തന്നെയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ജാതി മതഭേദമന്യേ ഈ സിനിമ തിയേറ്ററിൽ പോയി നിങ്ങൾ എല്ലാവരും കാണണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട് ഒരു സിനിമ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇത് അനിവാര്യമാണ്. കാരണം ഇവിടുന്ന് മുസ്ലിം പെൺകുട്ടികൾ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ അവിടുന്ന് ഹിന്ദു പെൺകുട്ടികൾ ഇങ്ങോട്ട് വരുമോ, ക്രിസ്ത്യാനി കുട്ടികൾ വരുമോ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇവിടെ മതത്തിന് മേലെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മനുഷ്യനാണ് എന്നുള്ളത് ഈ സിനിമ നിങ്ങളെ വരച്ച് കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയധികം ഊത്തൽ പിടിച്ചിട്ട് ഹാലെന്ന സിനിമ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം നടന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തല്ലേ. ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള പ്രൊപ്പഗണ്ട അത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ടാണ് അതൊക്കെ എടുത്ത് ചവിറ്റുകൊട്ടയിലിട്ടത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ സിനിമ അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ അവർ പോയ ആ ഒരു വഴികൾ, അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വന്ന ആ ഒരു യാതനകളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തിയതെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യമാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ.